അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാളത്തിലെ പാഠം 7 പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്തു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ പാഠം 7 ദുറൂസ് അറബി മലയാളത്തിൽ. അപ്പോൾ നല്ല 2 പഴങ്ങളെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ 2 പ്രധാനപ്പെട്ട അറബി മലയാള അക്ഷരവും പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പദം ചക്ക. ചക്ക ചക്കയിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ചായാണ്. ച എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ ആദ്യം ജീം എഴുതുക. ജീമിൻ്റെ ഒരു പുള്ളി കൂടാതെ വേറെ 2 പുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 പുള്ളിയായി. എന്നിട്ട് ഫത്ത് കൊടുക്കുക. അപ്പോൾ ച. കെസർ കൊടുത്താൽ ചി, ലമ്മ് എടുത്താൽ ചു. ആ ചാക്ക് ഒരു അലിഫും കൂടി ആയി എഴുതി കൊടുത്താൽ ചാന്നാവും അല്ലേ. അപ്പം ചക്ക ച. ഇനി ആ ചാക്കൊരു ലമ്മ് എടുത്താൽ ചൂന്നാവും. ആ ചൂക്കൊരു വാവും കൂടി കൂട്ടി കൊടുത്താലോ ചൂന്നാവും. അപ്പം ചൂല് ചൂല്. ചക്കര, ചേന, ചേര, ചപ്പാത്തി, ചോര. അപ്പോൾ ഒന്നും കൂടെ വായിക്കാം. ചക്ക, ചക്ക, ച, ച, ചൂല്, ചൂല്, ചക്കര, ചേന. അപ്പോൾ ചാക്ക് എകാരം കൊടുത്തിട്ട് ആ എകാരത്തെ നീട്ടി പറഞ്ഞു. അപ്പോൾ ചേന. നമ്മൾ 1-ാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു ചേന അല്ലേ. എന്ന് പഠിച്ചില്ലേ, അതെയാണ് ചേന. ചേര, ചപ്പാത്തി, ചപ്പാത്തി, ചോര. ഒകാരം കൊടുത്ത് എന്നിട്ട് ഒകാരത്തിന് നീട്ടി പറഞ്ഞു ചോര. അടുത്തത് നല്ല മധുരമുള്ള മറ്റൊരു പഴം മാങ്ങ. ങ എന്ന അക്ഷരമാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ങ എഴുതുക എങ്ങനെയാണ്? ഐന്. ഐന് ഒരു പുള്ളി ഉണ്ടാവും മുകളിൽ. അപ്പോൾ താഴെ ഒരു പുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ങാന്നായി അല്ലേ. ആ ങാക്ക് ഒരു ശബ്ദമൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചാൽ ങ, മാങ്ങ, ങ. അപ്പോൾ ഐന് താഴെ ഒരു പുള്ളി ഇടുക, മുകളിലൊരു ശബ്ദം കൊടുത്ത് ഫത്ത് ഇട്ടാൽ ങ കിട്ടി. ങ, മാങ്ങ. ചങ്ങല, ചങ്ങല, ചങ്ങല. പൊങ്ങി, പൊങ്ങി. വിലങ്ങി, വിലങ്ങി. തേങ്ങ, തേങ്ങ. അങ്ങാടി. ങ്ങാനെ നീട്ടാനൊരു അലിഫും കൂടി കൊടുത്തു. അപ്പോൾ അങ്ങാടി. കുലുങ്ങും, കുലുങ്ങും. ഇനി താഴെ ഈ ഇതൊക്കെ കൊടുത്തിട്ട് താഴെ എഴുതിയതൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. അങ്ങാടിയിൽ തങ്ങരുത്. ഒന്നും കൂടെ. അങ്ങാടിയിൽ തങ്ങരുത്, അങ്ങാടിയിൽ തങ്ങരുത്. പൊങ്ങച്ചം പാടില്ല, പൊങ്ങച്ചം പാടില്ല. ങ്ങായും വന്നു ചായും വന്നു. പൊങ്ങച്ചം പാടില്ല. മങ്ങിയ വെളിച്ചത്തിൽ വായിക്കരുത്, മങ്ങിയ വെളിച്ചത്തിൽ വായിക്കരുത്. ങി അല്ലേ. മങ്ങിയ വെളിച്ചത്തിൽ വായിക്കരുത്. അടുത്തത് താഴെ ഒരു വർക്കാണ്, വളരെ എളുപ്പമുള്ള വർക്ക്. ചേർത്ത് പൂരിപ്പിക്കാം. ങ എന്നത് ആണ് നമ്മൾ ചേർത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ങ്ങാല് ചിലപ്പോൾ ങ്ങാന്നോ ngീന്നോ ngൂന്നോ ഒക്കെ വേണ്ടി വരും. അപ്പോൾ തെങ്ങിൽ കയറി. അപ്പോൾ ngീ എന്നാണ് വേണ്ടത് അല്ലേ. തെങ്ങിൽ കയറി. ചങ്ങല കുലുങ്ങി. അപ്പോൾ ങ്ങാന്ന് എഴുതണം. ചങ്ങല കുലുങ്ങി, ചങ്ങല കുലുങ്ങി, ചങ്ങല കുലുങ്ങി. ഇനി അടുത്തത് ചങ്ങാതി. ചാ വെച്ച് കൊടുക്കണം. ചങ്ങാതി, ചങ്ങാതി, ചങ്ങാതി. ചെമ്പോത്ത്, ചെമ്പോത്ത്.
ചങ്കിൽ കുടുങ്ങി, ചങ്കിൽ കുടുങ്ങി. ഇനി താഴെ നോക്കൂ, അറബി മലയാളത്തിലുണ്ട്, മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ച ച, ചി ചി, ചു ചു, ങ ങ, ngി ngി, ngു ngു. നല്ല രസമുള്ള പാഠമായിരുന്നു അല്ലേ? നല്ല രസമുള്ള പാഠമായിരുന്നു. അപ്പോൾ നമ്മൾ എന്താക്കി, നല്ലപോലെ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നേരെ പേജ് നമ്പർ ഈ 13-ൽ നിന്ന് 14-ലേക്ക് മറിക്കുക. എന്നിട്ട് അതിലുണ്ട് പഴം, ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, മഴുണ്ട് അല്ലേ, എമുണ്ട്, വടിയുണ്ട്, പിന്നെ ഘടികാരമുണ്ട്, വളയുണ്ട്, തവളയുണ്ട്, പഴമുണ്ട്, വാഴപ്പഴമുണ്ട്, പല്ലുണ്ട്, മുഖമുണ്ട്, കണ്ണുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾ താഴെ അറബി മലയാളത്തിൽ ഓരോ ചിത്രത്തെയും നോക്കി ആ ചിത്രത്തിൻ്റെ താഴെ പിന്നെ പേരെഴുതാനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട്. ഓരോന്നും കൃത്യമായി എവിടെയും നോക്കരുത്, നോക്കാതെ ശരിക്കും എഴുതി നോക്കുക. എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ ആ പാഠത്തിലേക്ക് ഒന്നുകൂടെ പോയിട്ട് നോക്കുക. തെറ്റിയാലും ഇല്ലെങ്കിലും പാഠത്തിലേക്ക് പോയിട്ട് നോക്കുക, തെറ്റിയിട്ടുണ്ടോ എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഉസ്താദുമാർക്ക് ക്ലാസ്സിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഓരോന്നും ശരിക്ക് ഇതുവരെയുള്ള എല്ലാ പാഠങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. മുഴുവൻ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾ ഫുൾ മാർക്കോട് കൂടി ഈ വർഷം വിജയിക്കുമെന്ന്. എല്ലാവരും വിജയിക്കട്ടെ.